എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന്. How many rounds of counting have finished by 1 p.m. and under normal circumstances how many rounds of counting would have been finished by now? I think every AC the round depends upon the number of polling booths which it has, so it would be very difficult to answer specifically related to these issues. Also, on an average kind of situation, it depends. When you start counting early and then when you go in the motion, then again the time variation may happen, kind of thing. So it's a very difficult to put a specific number to this kind of situation. There's a question on postal ballots. How many postal ballots were received this time? And please provide a corresponding figure for the 2015 election. I can share one particular input related to postal ballot, that as per law, all postal ballots received till 8 a.m. today on the day of counting are to be taken up for counting. So it means the postal ballots received at the counting center till 8 o'clock in the morning today, it needs to be taken up for counting. So the data related to that would be available at the level of concerned returning officer at present. I can only add that for service voters about 1.6 lakh ballots were dispatched, and the data, I think, as Mr. Chandrabhushan has said, is to be collated, but about 50,000, more than 50,000 service voters votes have been received in the RO's offices. We have a question in Hindi. मतगणना क्या धीमी चल रही है और कितना समय लग सकता है फाइनल रिजल्ट आने में? मतगणना धीमी नहीं चल रही है, मतगणना की रफ्तार वही है जैसा कि मैंने बताया कि चूंकि ज़्यादा ईवीएम की काउंटिंग होनी है तो हो सकता है थोड़ा समय उसके लिए ज़रूर लगेगा, क्योंकि आप ये भी जानते होंगे कि 2015 के मुकाबले हर चीज़ में बढ़ोतरी हुई है। आपके नंबर ऑफ जो मतदान केंद्र हैं वो बढ़ गए हैं, इसीलिए ईवीएम मशीनें जो काउंट होनी है वो बढ़ गई हैं आपकी। पोस्टल बैलेट में जो है उसमें भी नंबर पहले से इजाफा हुआ है। हालांकि इन सबको ध्यान में रखते हुए हमने अतिरिक्त जो केंद्र है वो भी बनाए हैं। ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ, കേന്ദ്ര ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ ആണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ തുടർച്ചയാണ്. അദ്ദേഹം പത്രക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ ANI-ൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കിയാണ്. 1 കോടിയോളം വോട്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞത്, ഇനി 3 കോടിയോളം വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ടോ എന്ന്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ മന്ദഗതിയിലാണോ പോളിംഗ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു. അങ്ങനെ പറയാനാവില്ല. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടി, സ്വാഭാവികമായിട്ടും EVM വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണവും കൂടി. ഇപ്പോൾ വളരെ പോസ്റ്റൽ വോട്ടുകൾ കൂടി. വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്, 1000-ൽ താഴെ വോട്ടിന് ലീഡ് ചെയ്യുന്നത് 49 മണ്ഡലങ്ങളാണ്. ഇവയിൽ 13 മണ്ഡലങ്ങളിൽ 500-ൽ താഴെ മാത്രമാണ് അതാത് കക്ഷികൾക്ക് ലീഡുള്ളത്. 123 സീറ്റിൽ 2000-ൽ താഴെയാണ് ലീഡ്. ഇത്രയും റൗണ്ടുകൾ ഇനി എണ്ണാൻ. ഇനി ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ശരാശരി 20 റൗണ്ടുകൾ എണ്ണി തീർക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ലീഡ് നില പറയാം എന്നല്ലാതെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വലിയ മുന്നേറ്റം എന്നോ ഒരു ലീഡെന്നോ, രാവിലെ മുതൽ വളരെ കൃത്യമായ വിവരങ്ങളാണ് നമ്മൾ നൽകിയിരുന്നത്. ചില കമന്റുകളും ചില സന്ദേശങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചു പ്രേക്ഷകരിൽ നിന്ന്, നിങ്ങൾ വളരെ പിന്നിലാണല്ലോ എന്ന്. ഏതായാലും അവിടേക്ക് എല്ലാവരും എത്തി എന്നുള്ളത് അത് പിന്നീട് പ്രേക്ഷകർ പരസ്യമായി അംഗീകരിച്ച സംഗതിയുമാണ്. വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് ഭാവനയിൽ നിന്ന് അടിച്ച ഫിഗേഴ്സ് അല്ലായിരുന്നു ഇത്. ഓരോ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ നമ്മുടെ നെറ്റ്വർക്കിൽ തരുന്ന വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ 8 മണിക്കും 9 മണിക്കും ന്യൂസ് 18-ൽ ഒരു ഫിഗർ ആയിരുന്നു, മറ്റുള്ളവരിൽ ഒരുപാട് മുന്നിലും തോന്നിയെങ്കിൽ 11 മണിയായതുകൂടി ന്യൂസ് 18-നോടൊപ്പം മറ്റുള്ളവർ എത്തി എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്ന അവസ്ഥയാണ്. അല്ല, അതിന് കൃത്യമായിട്ടൊരു കാര്യവും കൂടെ വന്നാൽ, കാരണം മറ്റ് ദേശീയ മാധ്യമങ്ങൾ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും അവർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറ്റ് ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ കേരളത്തിൽ എത്ര സ്വാധീനമുണ്ട്, ഏതെല്ലാം ജില്ലകളിൽ അവർക്ക് റിപ്പോർട്ടർമാരുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിൽ റിപ്പോർട്ടർമാരുണ്ട്. അതേസമയത്ത് ന്യൂസ് 18-നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ന്യൂസ് 18 ബീഹാർ എന്ന് പറയുന്ന ചാനലിന് എല്ലാ ജില്ലകളിലും റിപ്പോർട്ടർമാരും അവർ ഓരോ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് നൽകുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കൂടുതൽ പോയിട്ടുണ്ടാവില്ല. കാരണം
അങ്ങനെ കണക്കുകൾ കൂടുതൽ പോകാൻ പറ്റില്ല. അവിടെ നിന്ന് വരുന്ന എണ്ണിയ കണക്കുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ. കൃത്യമായി ആധികാരികമായി എണ്ണിയ കണക്കുകൾ മാത്രമേ, അല്ലാതെ കണക്ക് കൂട്ടി ഉള്ള അല്ലെങ്കിൽ കൂട്ടിയ കണക്കല്ല, അവിടെ എണ്ണി തിട്ടപ്പെടുത്തി കൂട്ടിയ കണക്ക് മാത്രമാണ് നമ്മൾ നടത്തിയില്ല എന്നർത്ഥം. തീർച്ചയായും തീർച്ചയായും. ഏതായാലും ഇപ്പൊ അവസാനത്തെ റിസൾട്ട് ഫലം നോക്കുമ്പോൾ വീണ്ടും ഇപ്പൊ BJP 73 എന്നുള്ള ലീഡ് നില മാറി 72. അപ്പോഴും BJP തന്നെ ഏറ്റവും കൂടുതൽ ലീഡ് നില കാണിക്കുന്ന പാർട്ടി. JDU 48 കൃത്യമായൊരു വ്യത്യാസം. അത് എനിക്ക് തോന്നുന്നു ഒരു പകുതിയുടെ അടുത്തുള്ള ഒരു വ്യത്യാസത്തിലേക്ക് JDU BJP നിൽക്കുന്നുണ്ട്. RJD 66 അങ്ങനെ തന്നെ നിൽക്കുകയാണ്. 21 കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡ് നില എന്നുള്ളത്. LJP 2 നിൽക്കുകയാണ് എന്നും കൂടെ പറഞ്ഞു. JDUവിന്റെ കാര്യം, അതായത് എങ്ങനെ നോക്കിയാലും ഇനിയിപ്പോൾ എത്ര വോട്ട് എണ്ണാനുണ്ടെങ്കിൽ പോലും ഈ ട്രെൻഡ് JDUവിന് ഇനി ഒരു റൗണ്ടിലും ഗുണമാകുകയില്ല എന്ന് തന്നെ പറയേണ്ടി വരില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റ് കിട്ടിയ ഒരു പാർട്ടിയാണ്. അത് ഇപ്പോൾ 70% സ്ഥാനാർത്ഥികൾ ലീഡ് നിലയിൽ പിന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് JDU പോകുന്നു. കൃത്യമായി BJPയുടെ ഒരു പ്ലാൻ ബി ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അന്തിമമായി പറയാം. അതിൽ LJPയുടെ പങ്ക് എന്താണ് സതീഷ്? ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJPക്ക് വോട്ട് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തവർ തൊട്ടടുത്ത മണ്ഡലത്തിൽ JDUവിന് വോട്ട് ചെയ്തില്ല എങ്കിൽ അപ്പോൾ മുന്നണിക്കെതിരായ വോട്ടല്ല അത്. അപ്പോൾ അതേസമയം JDUവിൻ്റെ ധാരാളം ഈ പറഞ്ഞ പോലെ 70%-ഓളം MLA-മാർ പിന്നിൽ പോയിരിക്കുന്നു. സീറ്റിന്റെ എണ്ണം കുറയുന്ന കാഴ്ച കാണുന്നു. LJP ഇതിൽ വഹിച്ച പങ്ക് എന്തായിരിക്കും? ഇതിൽ ഭാവിയിൽ എന്തായി മാറാം? LJPയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാംവിലാസ് പാസ്വാൻ എല്ലാ കാലത്തും ഈ NDAക്കൊപ്പം അല്ലെങ്കിൽ എവിടെയാണോ സ്വാധീനമുള്ളത് അവിടെ ഭരണത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പാസ്വാൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ ചിരാഗ് പാസ്വാൻ വളരെ സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനായി അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ കൃത്യമായി തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായി എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇതിലിപ്പോൾ എത്ര സീറ്റുകൾ ചിരാഗ് പാസ്വാന് കിട്ടി അല്ലെങ്കിൽ LJPക്ക് കിട്ടി എന്നുള്ളതല്ല കാര്യം. അതിനേക്കാൾ ഉപരി എത്ര സീറ്റുകൾ മറ്റ് പാർട്ടികൾക്ക് കിട്ടാതെ പോയി. അതൊരു പക്ഷേ JDUവിനായിരിക്കാം കിട്ടാതെ പോയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾക്കായിരിക്കാം. എന്തായാലും വളരെ കൃത്യമായി അവർ മത്സരിക്കുന്ന കൂടുതൽ സീറ്റുകൾ BJP സീറ്റുകളിലല്ല, അതിനേക്കാൾ ഉപരി JDUവുമായിട്ടാണ് അവർക്ക് നേർക്കുനേർ പോരാട്ടമുള്ളത്. മാത്രവുമല്ല, ഇവിടെ നിന്ന് ചിരാഗ് പാസ്വാൻ പോകുമ്പോൾ പറയുന്നത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വ്യക്തമായി JDUവുമായാണ് തനിക്ക് എതിർപ്പുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ മത്സരിക്കുന്നതിനും കുഴപ്പമില്ല. ഇനി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചിരാഗ് പാസ്വാന് LJPക്ക് അത്ര സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ സഖ്യത്തിന്റെ ഭാഗമായി. പക്ഷേ എൻ്റെ ഒരു സംശയം, അതായത് സ്വാഭാവികമായി നിതീഷ് പറയാൻ പോകുന്നത് ചിരാഗ് പാസ്വാനെ മുന്നണിയിലേക്ക് അടുപ്പിക്കരുതെന്ന് എന്നാകുമല്ലോ. BJP അത് തള്ളിക്കളയാനുള്ള ഒരു സാധ്യതയുണ്ടോ? പക്ഷേ അതെല്ലാം അത്തരത്തിലുള്ള ഒരു കാര്യവും ആർക്കും പറയാനോ അവകാശപ്പെടാനോ ഒരുപക്ഷെ BJP തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിതീഷ് കുമാറിന് പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ തീർച്ചയായും BJPക്ക് വരികയാണെങ്കിൽ BJP മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. നേരത്തെ അവർ പറഞ്ഞത് അങ്ങനെയല്ല. കൂടുതൽ സീറ്റ് കിട്ടുന്നത് BJPക്ക് ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കില്ല എന്നാണ് പറഞ്ഞു. ഇരുമ്പിലൊക്കെ എല്ലാ നിലപാടുകൾ മാറാം. ആ സമയത്ത് നിതീഷ് ആണെങ്കിൽ തന്നെ അവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു നിതീഷ്, ഇതുവരെ ഉണ്ടായ നിതീഷ് കുമാർ എന്നൊരു രാഷ്ട്രീയക്കാരൻ, 5 തവണ മുഖ്യമന്ത്രിയായ ഒരാൾ നിതീഷ്, ഇനി ആ NDAയിൽ നിതീഷിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വെല്ലേട്ടൻ സ്ഥാനം പോലും മാറിക്കൊണ്ട് ഇനി അങ്ങോട്ട് എന്തായിരിക്കും JDUവിന്റെ ഭാവി? എന്തായിരിക്കും നിതീഷിന്റെ ഒരു? അതിൽ ഒരു ചെറിയ ഒരു കാര്യമുള്ളത്, 96 ഈ NDA ഉണ്ടാകുമ്പോൾ അതിലെ ആദ്യ ഘടകകക്ഷികളിലൊന്നാണ് സമതാ പാർട്ടിയും JDU, അതുപോലെ നിതീഷ് കുമാർ കേന്ദ്ര മന്ത്രിസഭയിലടക്കം. നിതീഷ് കുമാർ പക്ഷേ 2016 വരെ ഒരിക്കലും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടില്ല. എപ്പോഴും അദ്ദേഹം അധികാരത്തിലുണ്ടായിട്ടുള്ളൂ, പാർട്ടിയെ നയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നിതീഷ് കുമാർ 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJP ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് അന്ന് NDA വിട്ടുപോകുന്നത്. സത്യം. പിന്നീട് നിതീഷ് തിരിച്ചു വരുന്നത്, വീണ്ടും NDAയിലേക്ക് തിരിച്ചു വരുന്നത് ആ നരേന്ദ്രമോദിയെ അംഗീകരിച്ചുകൊണ്ടാണ്. അതായത് മോദി തരംഗമുണ്ട്, മോദിയേക്കാൾ, അതായത് അന്ന് NDA വിട്ടുപോകുമ്പോൾ നിതീഷ് കുമാർ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഒരു മൂന്നാം മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയും എന്നുള്ളൊരു സ്ഥാനമായിരുന്നു. എന്നാൽ അതില്ലാതെ തിരിച്ചു വരുന്ന നിതീഷ് കുമാറിന് അന്ന് തന്നെ വിലപേശലിനുള്ള ഒരു വില കുറഞ്ഞ് അല്ലെങ്കിൽ അത്ര സ്വാധീനമില്ല എന്നുള്ള, തീർച്ചയായും അന്ന് മോദിയുടെ അതുപോലെ BJPയുടെ ഒരു ആ സ്വാധീനവും നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിതീഷ് തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി BJP വലിയ കക്ഷിയായാൽ നിതീഷിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ തേജസ്വിയെ പിന്തുണയ്ക്കുക. ഒരു രണ്ട് ഘട്ട പ്രതികാരം, മോദിയുടെ 2 ഘട്ട പ്രതികാരം തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഇതാ രണ്ടാമതും ആ മോദി ഫാക്ടറും അല്ലേ? ഒരു നിമിഷം, ശ്രീ ബിനോയ് വിശ്വം MP ഇപ്പോഴും തുടരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഒരൊറ്റ ചോദ്യം കൂടി, നമ്മുടെ ഈ ബുള്ളറ്റിന്റെ സമയവും അവസാനിക്കാറാകുന്നു. ഒരൊറ്റ ചോദ്യം കൂടി. ഇപ്പോഴത്തെ ട്രെൻഡ് നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്. അല്പം മുമ്പ് വന്നിട്ട്
നമ്മുടെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ 2 പേർ ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിരുന്നു. ചന്ദ്രഭൂഷൺ മറ്റേ ജെയിനും 2 പേർ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് 4/1 വോട്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. അതായത് 4 കോടി 10 ലക്ഷം വോട്ട് പോൾ ചെയ്തതിൽ 1 കോടി വോട്ട് മാത്രമാണ് എണ്ണിക്കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ലീഡ് നില മാത്രവുമല്ല, മറ്റൊരു വിഷയമുള്ളത് 49 സീറ്റിൽ എങ്കിലും 1000-ൽ താഴെയാണ് ലീഡ്, 13 സീറ്റിൽ 500-ൽ താഴെയാണ് ലീഡ്, 123 സീറ്റ് എടുക്കുകയാണെങ്കിൽ 2000-ൽ താഴെയാണ് ലീഡ്. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ ഫലമെന്നോ ട്രെൻഡെന്നോ ഇപ്പോൾ തൽക്കാലം നമ്മൾ പറയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് 124 സീറ്റിലായിരുന്നു NDA മുന്നണി മുന്നിട്ട് നിന്നത്. 107 സീറ്റിൽ RJD നയിക്കുന്ന മഹാഗഠബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യവും. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും വളരെ നേരിയ വ്യത്യാസത്തിന് ആരെങ്കിലും മന്ത്രിസഭയുണ്ടാക്കും എന്നൊക്കെ കരുതാം. പക്ഷേ ദേശീയ തലത്തിൽ ഇപ്പോൾ ഈ ഇടത് കക്ഷികൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അംഗീകാരം ദേശീയ തലത്തിൽ എന്തെങ്കിലും മാറ്റത്തിന്റെ സൂചനയാണോ? എന്താണ് അങ്ങ് കരുതുന്നത്? ദേശീയ തലത്തിൽ അടിയന്തരമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കില്ലെങ്കിൽ പോലും ഇതിന്റെ സ്വാധീനം ഉണ്ടാകും. ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ റൈറ്റ് ഓഫ് എഡ്യൂക്കേറ്റഡ് പാർട്ടിയല്ല, സഖ്യമല്ല, രാഷ്ട്രീയ വിഭാഗമല്ല. അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യ ശക്തികൾ സെക്യുലറിസത്തിന്റെ പേരിൽ നിൽക്കുന്നവർക്കാർക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഇതിന് മാറുന്ന ലോകത്തിന്റെയും സ്വാധീനമുണ്ട്. ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. വലതുപക്ഷത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിയ ലോകത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ 20 കൊല്ലക്കാലമായി കേൾക്കും. അമേരിക്കയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും എല്ലാം ആ കാറ്റ് വീശി. ഒരു തീവ്രമായ ഇടതുപക്ഷക്കാറ്റ്. അതിന്റെ ആഗോള നായകൻ ട്രംപായിരുന്നു. ആ ട്രംപ് അവിടെ വീണിരിക്കുന്നു. ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ച വീണിരിക്കുന്നു. അതോടൊപ്പം ലാറ്റിൻ അമേരിക്കയിലെ 2 രാജ്യങ്ങൾ ബൊളീവിയയിലും ചിലിയിലും ഇതുപോലെ തന്നെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനങ്ങൾ അവിടെ വോട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കല്ല പോകുന്നത്, ഞങ്ങളുടെ ഭാഗം വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചെറിയ മാറ്റമല്ല. അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഈ മാറ്റങ്ങൾക്കെല്ലാം ഒരു വലിയ ലോകാർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സാങ്കത്യം വർദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാടകീയമായി ഞങ്ങൾ നാളെ വലുതാകുമെന്നോ ഞങ്ങൾ ഒരു പഴയ ക്ലൗട്ടിലേക്ക് എത്തുമെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഞങ്ങൾ മുൻവെച്ച ആശയങ്ങൾക്ക് സ്വാധീനവും ശക്തിയുമുണ്ട്. ഇപ്പൊ തന്നെ മഹാഗഠബന്ധന് 2019 നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസ്യതയുണ്ട്, ക്രെഡിബിലിറ്റി. ആ ക്രെഡിബിലിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണ്. പലരും ചെറുതായി പറഞ്ഞ സീറ്റ് പങ്കുവെച്ചപ്പോൾ നിസ്സാരമായി തള്ളിക്കളയാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെ കൂട്ടായ ശക്തികൾ 3 കൂടി ചേർന്നുകൊണ്ട് മഹാഗഠബന്ധന്റെ ഭാഗമായി മാറിയപ്പോൾ ആ കൂടിച്ചേരൽ മഹാഗഠബന്ധത്തിന് കൊടുത്ത ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയ്ക്ക് അർത്ഥവുമുണ്ട്. ആ അർത്ഥം ഇന്ത്യയുടെ മനസ്സിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം സംഖ്യക്കപ്പുറത്തളന്നാണ്. ബിയോണ്ട് ദ നമ്പേഴ്സ്. എണ്ണം ചെറുതാകാം, വലുതാകാം. പക്ഷെ ലെഫ്റ്റിന്റെ സാന്നിധ്യം ഒരു ലിവറേജ് കൊടുക്കും. ശരി, തീർച്ചയായും വിനോഷം വളരെ പ്രധാനപ്പെട്ടത്. അതായത് ചെറിയൊരു ലീഡ് നിലയിൽ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. അത് വലിയ ലീഡ് നിലയല്ല. 125 എന്നുള്ള 123 NDA മാറിയിരിക്കുന്നു. ഒരു സീറ്റിലെ വീണ്ടും 124 ആയിരിക്കുകയാണ് NDAയുടേത്. ഒരു സീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ വിജയം NDAക്ക് പോയിരിക്കുന്നു. NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥി ദർഭംഗയിൽ വിജയിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ മുരാരി മോഹൻ വന്നിരിക്കുകയാണ്. അതെ, അദ്ദേഹം ജയിച്ചിരിക്കുന്നു. ഇനി പാർട്ടി വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ RJD സഖ്യം മഹാസഖ്യം 107 എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. മറ്റ് ലീഡ് നിലയിൽ വ്യത്യാസമില്ല. ഈ പറയുന്നത് പോലെ തന്നെ ഏത് രീതിയിലാണ് ഇനി വരും മണിക്കൂർ 71 BJP, JDU 47, അതായത് വീണ്ടും കുറഞ്ഞിരിക്കുന്നു JDUവിന്റെ കാര്യത്തിൽ. RJD ഒരല്പം നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു 67, കോൺഗ്രസ് 20 തന്നെ, LJP 2 തന്നെയായി തുടരുകയാണ്. മറ്റു ചെറിയ കക്ഷികളുടെയും നിലയിൽ വ്യത്യാസമില്ല. ഏതായാലും ആ രീതിയിലാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ രാവിലത്തേക്ക് വരുന്ന രീതിയിൽ ഒരു റിസൾട്ടിന്റെ വ്യത്യാസം, ചെറിയ ചില വേരിയേഷൻസ് മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
അതും ഈ ട്രെൻഡിൽ ഈ വലിയ വ്യത്യാസമൊന്നും ഇനി മണിക്കൂറുകൾ കാണുകയില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ നിൽക്കണോ? ഇപ്പോഴും ഇനി 3 കോടി വോട്ടൊക്കെ എണ്ണാൻ 3 കോടി വോട്ട് എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ ഈ ട്രെൻഡ് തുടരും എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പെ സംബന്ധിച്ച് ഒരു ട്രെൻഡാണ്, ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലീഡ് നില എന്ന് പറയുന്നത് 5000-ഉം 10,000-ഉം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാം. ഇവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 500-ഉം 1000-ഉം 2000-ഉം ലീഡുള്ള മണ്ഡലങ്ങളാണ്. 123 100-ലധികം സീറ്റുകളിൽ 2000-ൽ താഴെ 123-ഉം അതുപോലെ 175ഓളം സീറ്റുകൾ, ഏറെക്കുറെ 175 സീറ്റിൽ 2000-ൽ താഴെയാണ് വോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ, ഈ ഘട്ടത്തിൽ ഒരു ട്രെൻഡ്, നമുക്ക് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ട്രെൻഡ് പ്രേക്ഷകരിൽ എത്തിക്കാം എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. 124 സീറ്റിൽ NDA മുന്നിട്ട് നിൽക്കുന്നു, അതായത് 123 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒരു സീറ്റ് BJP വിജയിച്ചിരിക്കുന്നു, ദർഭംഗ. അതുപോലെ മുരാരി മോഹൻ ഝാ ആണ് ദർഭംഗയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. മഹാസഖ്യം 106 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ നേരിയ മുൻതൂക്കം NDAക്ക് തന്നെയാണ്. പക്ഷെ അത് സ്റ്റഡിയായി തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ആ ഒരു മുന്നേറ്റം സ്റ്റഡിയായി തന്നെ തുടരുന്നു. ആ ലീഡ് നില അവിടെ നിൽക്കുന്നു. പക്ഷെ ഇനി ഒന്നും മറിയില്ല, ഈ ട്രെൻഡ് തുടരും എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കുന്നതാവും. അതെ, ഏതായാലും അടുത്ത മണിക്കൂറിലൊന്നും ഒരു ചിത്രം വ്യക്തമാകുമെന്ന് പറയാൻ നമുക്കും കഴിയാത്തൊരവസ്ഥയിലുണ്ട്. പക്ഷേ ഏതായാലും കൗണ്ടിംഗ് തുടരുക തന്നെയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയത് മാത്രമല്ല, ഏറ്റവും ആധികാരികമായ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ഏറ്റവും ആധികാരികമായ കൃത്യമായ കണക്കുകളും ലീഡ് നിലയും ഫലങ്ങളുമായി തിരികെ എത്താം. ഇപ്പോഴൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബീഹാർ വിധി, തെരഞ്ഞെടുപ്പ് അവലോകനവും അപ്ഡേറ്റ്സും തുടരും. നമസ്കാരം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്